ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഇവൻ ഇട്ടെറിഞ്ഞ് പോയി. പിന്നെ ആദ്യം വീട്ടുകാർ കയറ്റില്ലെന്ന് പറഞ്ഞു. ഈ പെണ്ണെന്താ അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു, ഗുരുവായൂർ അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു. പിന്നെ ഇപ്പോൾ വീട്ടുകാർ വീട്ടിൽ വന്നോളാൻ പറഞ്ഞു, വന്നിരുന്നോളാൻ പറഞ്ഞു. കാരണം സ്വന്തം അച്ഛനൊപ്പം അമ്മയ്ക്കാണെങ്കിലും വേദനിക്കൂലേ എന്ത് പിള്ളേർ തെറ്റ് ചെയ്താലും. നമ്മുടെ തൃശ്ശൂര് ഒരു ഗഡി, ആ ഗഡിയുടെ ഭാര്യയുടെ അനിയത്തിയുമായി ഒളിച്ചോടിയ ആ ഒരു വാർത്ത നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. ഞാനും ഈ ഒരു വിഷയത്തിൽ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഒരു ചെറിയ അപ്ഡേറ്റ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോ കടി മൂത്തപ്പം ഗഡി സ്വന്തം ഭാര്യയുടെ പെങ്ങളുമായി ഒളിച്ചോടി. അവനെ എവിടെ വെച്ച് ആരുടെ കൈ കിട്ടിയാലും രണ്ടെണ്ണം ആരാണെങ്കിലും ഒന്ന് പൊട്ടിക്കും മിക്കവാറും. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം കൂടെ നിങ്ങളൊന്ന് കേട്ട് കഴിയുമ്പം. കാരണം ഈ ഗഡി അവന്റെ ഭാര്യയെ കല്യാണം കഴിക്കുമ്പം ആ ഭാര്യയുടെ അനിയത്തിക്ക് വെറും 4 വയസ്സായിരുന്നു. 4 വയസ്സ്. ആ പ്രായത്തിൽ ആ കൊച്ചിനെ അവൻ തോളത്ത് എടുത്ത് വെച്ച് നടന്നുകൊണ്ടിരുന്ന ഒരു മോനാണ് ആ കൊച്ചിന് ഒരു 22 വയസ്സായപ്പം ആ കൊച്ചിനെ കൊണ്ട് ഒളിച്ചോടിയത്. എന്നെ പറയണ്ടേ ഇവനെ, നിങ്ങളൊന്ന് ആലോചിച്ച്. ഗഡിയുടെ കടി അങ്ങനെ തന്നെ പറയണം, അതിന്റെ അപ്പുറത്തേക്കൊന്നും പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും. പിന്നെ വേറെ വേറെ നല്ല ഭാഷകളായിരിക്കും ചിലപ്പോൾ നമ്മൾ പറയുന്നത്. തൽക്കാലം ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. നേരെ മറിച്ച് കുറച്ച് അല്ലെങ്കിൽ ഒരു വീഡിയോ ക്ലിപ്പ് എന്ന് ഒരു ഓഡിയോ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതിനകത്തുനിന്ന് ക്ലിയർ ആകും കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക്. ഇതാ കേട്ടോ. അതായത് ഈ പെണ്ണിൻ്റെ വീടും ഒക്കെ തൃശ്ശൂർ ഗുരുവായൂരിലാണ് ഇവരുടെ വീട്. ശരിക്കും പറഞ്ഞാൽ ഇവർ ഫാമിലി പാവപ്പെട്ട ഫാമിലിയാണ്. ഇവരുടെ അച്ഛനും അമ്മയും പാവം നല്ലൊരു മനുഷ്യന്മാരാണ്, നാട്ടിൽ അറിയപ്പെടുന്ന നല്ലൊരു മനുഷ്യന്മാർ. എന്തായാലും അത് തീർന്നു കിട്ടി. നല്ല ഒരു ഫാമിലി ആയിരുന്നു. പാവപ്പെട്ട കുടുംബമാണെങ്കിലും നല്ല നാട്ടിലൊക്കെ നല്ല പേരുള്ള ഒരു കുടുംബമായിരുന്നു. ആ പേര് എന്തായാലും ഈ മോള് കാരണം അങ്ങ് മാറിക്കിട്ടി. മോളും പിന്നെ മൂത്ത മോളുടെ ഭർത്താവും കാരണം അതങ്ങോട്ട് പോയി കിട്ടിയിട്ടുണ്ട്. എന്തായാലും ബാക്കി ഫാമിലി പോലെയാണ്. ഈ ഒരു ഫാമിലിയിലാണ് ഇവൻ ഈ ചെറ്റത്തരം കാണിച്ചേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പെണ്ണിന് 4 വയസ്സുള്ളപ്പോഴാണ് ഈ പെണ്ണിൻ്റെ ചേച്ചിയായിട്ട് ഇവനെ കല്യാണം കഴിക്കണത്. എന്നിട്ടാണ് ഈ പ്രായം കഴിഞ്ഞിട്ട് ഇവൻ ഈ പരിപാടി കാണിച്ചത്. ഇവൻ കൊണ്ട് നടന്ന് റോട്ടിലൊക്കെ വെച്ച് തല്ലുമായിരുന്നെന്ന് പറഞ്ഞത്. റോട്ടിലേക്ക് തല്ലുകയായിരുന്നു പോയിട്ട് ഇവന് ലാസ്റ്റ് വേണ്ടെന്നായപ്പോഴാണ് ഇവൻ ഇങ്ങനെ ഇട്ടെറിഞ്ഞ് പോയത്. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഇവൻ ഇട്ടെറിഞ്ഞ് പോയി. പിന്നെ ആദ്യം വീട്ടുകാർ കയറ്റില്ലെന്ന് പറഞ്ഞു. ഈ പെണ്ണെന്താ അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു, ഗുരുവായൂർ അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു. പിന്നെ ഇപ്പോൾ വീട്ടുകാർ വീട്ടിൽ വന്നോളാൻ പറഞ്ഞു, വന്നിരുന്നോളാൻ പറഞ്ഞു. കാരണം സ്വന്തം അച്ഛനൊപ്പം അമ്മയ്ക്കാണെങ്കിലും വേദനിക്കൂലേ എന്ത് പിള്ളേർ തെറ്റ് ചെയ്താലും. വേദനിക്കും. അപ്പം സംഗതി എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ ചേട്ടൻ ഈ അവന്റെ കടി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പെണ്ണിനെ ഇട്ടേച്ചങ്ങ് പോയി. അത്രേ ഉള്ളൂ. അവന്റെ സോക്കേട് കഴിഞ്ഞപ്പോ അവൻ പോയി. പെണ്ണിപ്പം എന്താ മേപ്പോട്ട് നോക്കി ഇങ്ങനെ നിപ്പ റോഡിന്റെ നടുക്ക്. ലാസ്റ്റ് വീട്ടിൽ കേട്ടത്തില്ല വീട്ടുകാർ. ഏതെങ്കിലും ആരാണെങ്കിലും ഏതൊരു വീട്ടുകാരാണെങ്കിലും ഇങ്ങനത്തെ പരിപാടി അത് ഒളിച്ചോടിപ്പോയാ ഓക്കെ. ഇത് സ്വന്തം ചേച്ചിയുടെ ഭർത്താവിന്റെ കൂടെ ഒളിച്ചോടിപ്പോയ ഒരു മണ്ടി. എനിക്ക് അങ്ങനെ പറയാനുള്ള ആ കുട്ടിയുടെ പ്രായത്തിന്റെ അറിവില്ലായ്മ. പിന്നെ അവന്റെ കടി നല്ല രീതിയിൽ കടിപ്പിച്ച് മൂപ്പിച്ച് കാണും. കണ്ടല്ലോ ആ ഓട്ടോയിലിരുത്തി അവൻ കാണിക്കുന്നതൊക്കെ ഞാൻ ഓൾറെഡി നിങ്ങളെ കാണിച്ചത്. എനിക്ക് വീണ്ടും കാണിക്കാൻ താല്പര്യമില്ല. അത്രയ്ക്കും കടിയായിരുന്നു അവന് ആ ഓട്ടോ. ഇവരെ പോലെ നിങ്ങൾ എല്ലാവരും അവന്റെ മോന്ത കണ്ടിട്ടുള്ളല്ലോ. വേണമെങ്കിൽ ഞാൻ തമിഴിൽ ഒന്നുകൂടെ കാണിക്കാം. സൂക്ഷിച്ചോ ഗുരുവായൂരുള്ളവര്, ഒരു കാരണവശാലും ഇവന്റെ ഒന്നും ഓട്ടോയിൽ കയറരുത്. അവൻ എന്നാ കാണിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അത്രയ്ക്കും കടി മൂത്തിരിക്കും അവൻ. വല്ല പട്ടിയൊക്കെ കിട്ടിയാ അവൻ ആ പട്ടിയെ കടിക്കും ചിലപ്പോൾ പിടിച്ച്. അത്രയ്ക്കും മൂത്തിരിക്കും അവൻ. അപ്പൊ എന്തായാലും ആ പെങ്കൊച്ച് അമ്പലത്തിലൊക്കെ പോയി ഇരിക്കുവായിരുന്നേ. അവൻ ഇട്ടിട്ട് പോയി കഴിഞ്ഞപ്പോ റോട്ടിലൊക്കെ ഇട്ട് തല്ലുവെന്ന്. എന്ത് കഷ്ടമാണെന്നൊന്ന് ആലോചിച്ചേ. വീട്ടിലല്ല റോട്ടിൽ. ആ മോളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മോളെ, നിന്റെ കൈ മാങ്ങ പറിക്കാൻ പോയിരിക്കുമായിരുന്നോ? അടിച്ച് പൊട്ടിക്കണ്ടേ അവന്റെ ചെകിട്ടം. അവന്റെ ഇന്ന് തല്ലും മേടിച്ച് കരഞ്ഞു പോയി അമ്പലത്തിൽ പോയിരുന്നു. ഇപ്പൊ എന്തായാലും ലാസ്റ്റ് വീട്ടുകാരെ വിളിച്ച് വീട്ടിൽ കയറ്റിയിട്ടുണ്ട്. നന്നായി. അല്ലാതെ ഇപ്പൊ ആ വീട്ടുകാർ എന്ത് ചെയ്യാനാ? പാവങ്ങള് വേറെ എന്ത് ചെയ്യാനാ? ബാക്കി കേക്ക്. ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. പിന്നെ ഇവനെ കണ്ടു കഴിഞ്ഞാൽ കൊല്ലൊന്നും ഫാമിലിക്കാർ നിൽക്കണം, അത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫാമിലിയാണ്. ആ ഫാമിലിയാണ് ഇവൻ ഈ ചട്ടത്തരം കാണിച്ചേക്കുന്നത്. ഇവന് കുറേ പെണ്ണ് കേസുണ്ട് ഇവന്. അല്ലാതെ തന്നെ ഇവനെ ഇതിനു വേണ്ടി നടക്കുന്നു. അവൻ്റെ ഫേസ് കണ്ടറിയില്ലേ ഇവനെ പോലെ. ശരിക്കും പറഞ്ഞാൽ ഇവനെ കണ്ടു കഴിഞ്ഞാൽ തല്ലി കൊല്ലണം. ആ ഫാമിലി തന്നെ നശിപ്പിച്ച് ഈ മൈരൻ കാരണമുണ്ട്. ഇവൻ്റെയൊക്കെ കഴപ്പേ ഇവനെ കട്ട് ചെയ്ത് കളയാനുള്ള സമയം കഴിഞ്ഞു മൈരൻ്റെ.
ആ ഫാമിലി ഇവനെ കണ്ടു കഴിഞ്ഞാൽ തല്ലിക്കൊല്ലുമെന്നും പറഞ്ഞ് നടക്കുകയാണ്. പറയാം നമുക്ക് ഇവനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് തല്ലിക്കൊല്ലാന്നൊക്കെ, പക്ഷെ അങ്ങനെ തല്ലിക്കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊല്ലുന്നവൻ അകത്ത് പോയി കിടക്കും. അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കണ്ട, നേരെ മറിച്ച് ഇവനെതിരെ കേസ് കൊടുക്കണം. അതുപോലെ തന്നെ വേണമെങ്കിൽ ഇവന്റെ ഭാര്യയ്ക്ക് ചെയ്യാം, വേറെ ആരും കൈവെക്കണ്ട, ചെകിട്ട് അടിച്ച് അങ്ങോട്ട് പൊട്ടിക്കുക ഇവന്റെ ഭാര്യ, അതാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ ഭാര്യയുടെ പെങ്ങൾ, ഇവന്റെ കൂടെ പോയ ആ പെൺകുട്ടി, രണ്ടുപേരും കൂടെയും 2 ചെകിട്ടം നോക്കി അങ്ങോട്ട് കനത്തിൽ കൊടുക്കുക അവന്. കാരണം അവന് കിട്ടണം, എന്തിന്റെ പേരിലാണെങ്കിലും. അവൻ കഴിഞ്ഞ ദിവസത്തെ ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അതിനകത്ത് അവനങ്ങ് സ്നേഹം അങ്ങ് മൂത്തിരിക്കുമായിരുന്നു. അവൻ അങ്ങനെയൊക്കെയാ പറഞ്ഞത്, എനിക്ക് പിരിയാൻ വയ്യ, എനിക്ക് കൊച്ചിനെ പിരിയാൻ വയ്യ. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് അവന്റെ കടി തീർന്നപ്പം അവൻ കൊച്ചിനെ ഇട്ടച്ച് അവന്റെ പാട്ടിന് പോയി. ഞാൻ വീണ്ടും പറയുന്നു, ഗുരുവായൂരുള്ളവർ ആരെങ്കിലും ഒക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളുക, അവന്റെ മോന്തായം ഒന്ന് ഓർത്ത് വെച്ചോളുക. എവിടെങ്കിലും ഇവൻ ഓട്ടോയും കൊണ്ടൊക്കെ കറങ്ങുന്നുണ്ടെങ്കിൽ അവന്റെ ഓട്ടോയിലൊന്നും കയറല്ലേ, അവൻ വേറെന്തെങ്കിലും ഒക്കെ കാണിച്ചു കൂട്ടും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അത്രയ്ക്കും കടിപിടിച്ച് നടക്കും അവൻ. ഇവനെതിരെ കേസ് കൊടുക്കണം. ആ 2 സ്ത്രീകളും, ഇവന്റെ ശരിക്കുള്ള ഭാര്യയും ഇപ്പം അവന്റെ കൂടെ പോയ ഭാര്യയുടെ പെങ്ങളും, 2 പേരും ഇവനെതിരെ കേസ് കൊടുക്കുക. കാരണം ഇനി അവനല്ലെങ്കിൽ ഈ പരിപാടി തന്നെ വീണ്ടും വേറെ ആരോടെങ്കിലും ഒക്കെ ചെയ്യും. 22 വയസ്സേ ഉള്ളൂ ആ കൊച്ചിന്. അതിനൊരു ബോധമില്ലായ്മ, മെച്യൂരിറ്റി ഒന്നും ഇല്ലടേ. ഇവന്റെ മറ്റേ എന്തെങ്കിലും കാണിച്ചു കാണും ഇവൻ ചിലപ്പം. നേരത്തെ ചെറുപ്പത്തിൽ തന്നെ ആ കൊച്ചിനെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റത്തില്ല നമുക്ക്. അതിന്റെയൊക്കെ ഇതിലായിരിക്കും ആ കൊച്ചി ചിലപ്പോൾ ഇറങ്ങി പോയത്. ഇറങ്ങി അവന്റെ കൂടെ ചെന്നു എന്ന് അവന് മനസ്സിലായി കഴിഞ്ഞപ്പം അവന്റെ തനിക്കുണം കാണിച്ചു, റോട്ടിയിട്ട് തല്ലുക. എന്താ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഇതെന്താ പറ്റുന്നത്? ഇപ്പൊ കുറച്ചും കൂടെ ബോൾഡാണ്, എന്റെ അറിവിൽ കുറച്ചും കൂടെയൊക്കെ മെച്ചുവേർഡാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ. നേരത്തെ അവരൊരു മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരിക്കും കുറെ പേര് കേട്ടോ. പക്ഷെ എന്നാലും അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനത്തെ കുറെ പാവം പെൺപിള്ളാരും ഉണ്ട്. എനിക്ക് ആ പെൺകുച്ചിനെ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാനാ തോന്നുന്നത്. കാരണം അങ്ങനെയല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. അറിവില്ലായ്മ, അതിന്റെയൊക്കെ അറിവില്ല. അതുകൊണ്ടാ, ലോകം കണ്ടിട്ടില്ല. അതുകൊണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഒരു താറി ഈ ചട്ടത്തരം കാണിച്ചപ്പോഴത്തേക്ക് അത് വിശ്വസിച്ച് ചിലപ്പോൾ പോയതായിരിക്കാം. വീട്ടുകാർ കൊടുക്കണം, വീട്ടുകാർ അവക്കും കൊടുക്കണം കേട്ടോ. കൊടുക്കാതെ മറ്റേ വീട്ടിൽ കയറ്റി ഇരുത്തണോ നല്ല പറയുന്നത്, അവക്കും കൊടുക്കണം കന്നത്തി 2 എണ്ണം. എന്നാലേ അവൾ ഇനിയെങ്കിലും മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ആ കൊച്ചു വീണ്ടും പറയാൻ പറ്റത്തില്ല, തദൈവയായിരിക്കും. വീട്ടുകാരെ പിടിച്ച് നല്ല രീതി നല്ല മുരുക്ക കെട്ടിയിട്ടിട്ടുണ്ടല്ലോ, ഇങ്ങോട്ട് കൊടുക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് കൊച്ചു ഉറപ്പായിട്ട് നന്നാവും. അതുപോലെ തന്നെ അവനെയും വെറുതെ വിടണ്ട, പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കണം. എന്താണെങ്കിലും പോലീസ് കൊടുക്കണം അവനെയൊക്കെ. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അവൻ അടുത്ത വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടിയും കൊണ്ടായിരിക്കും. ഇവന്റെ കടി അവന് തീർക്കാൻ പറ്റാതൊക്കെ വരുമ്പോൾ ഇവനെ പോലുള്ളവന്മാരാണ് ഈ നാട്ടിൽ ഇറങ്ങി ഓരോ കൊച്ചു പിള്ളേരെയൊക്കെ പീഡിപ്പിക്കുന്നത്. സോ വെറുതെ വിടരുത് അവനെ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, അത്രേ ഉള്ളൂ. കാണുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എന്താണെങ്കിലും പറയണം, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു വിഷയം ആയതുകൊണ്ട്. ഓക്കെ, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ അങ്ങോട്ട് ചെയ്യുക.